ഹായ് അസ്സലാമു അലൈക്കും. വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ എൻ്റെയും എൻ്റെ ഐസമോളും വിശേഷങ്ങൾ പറയാനാണ് ഞാൻ വന്നത്. പ്രത്യേകിച്ച് എന്ന് വെച്ചാൽ എന്തുകൊണ്ട് ഞാൻ ഇത് പറയുന്നത് വെച്ചാൽ എന്നെ പോലത്തെ അമ്മമാർക്ക് ഒരുപാട് യൂസ്ഫുള്ളായിട്ടുള്ള ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ വെച്ചാൽ ത്രൂ എൻ്റെ എക്സ്പീരിയൻസിലൂടെ എനിക്ക് മനസ്സിലായ കാര്യങ്ങൾ ഷെയർ ചെയ്യാമെന്നുള്ള രീതിയിലാണ് ഞാൻ വന്നിരിക്കുന്നത്. ഇപ്പോൾ സാധാരണ പ്രഗ്നൻസി ടൈമിൽ എന്തൊക്കെ സിംറ്റംസ് ഉണ്ടായിരുന്നോ അതൊക്കെ എനിക്കും ഉണ്ടായിരുന്നു ഫസ്റ്റ് ട്രൈമസ്റ്ററിൽ. ഇപ്പം മോർണിംഗ് സിക്നെസ്, ടയർഡ്നെസ്, അതേപോലെ തന്നെ വോമിറ്റിംഗ് ടെൻഡൻസി ഒക്കെ എനിക്കുണ്ടായിരുന്നു. അപ്പം അങ്ങനെ ഫസ്റ്റ് ട്രൈമസ്റ്ററിലാണ് എനിക്ക്, അതായത് പ്രഗ്നൻ്റ് ആയ ഉടനെയാണ് 6th സെമ്മിൻ്റെ എക്സാം വന്നിട്ടുണ്ടായിരുന്നത്. അങ്ങനെ 6th സെമ്മിൻ്റെ എക്സാമിൻ്റെ ഭാഗമായിട്ട് ഫസ്റ്റ് സ്കാനിങ് എനിക്ക് നേരത്തെ ചെയ്യേണ്ടി വരുന്നു. അൽഹംദുലില്ലാ അത് നല്ല നോർമലായിരുന്നു. കുട്ടിക്ക് കാര്യമായിട്ട് ഒരു പ്രശ്നവും അതിൽ കണ്ടില്ല. അങ്ങനെ എന്ന് വെച്ചാൽ ഞാൻ ഒരുപാടെന്ന് വെച്ചാൽ നീട്ടി വലിച്ച് ഒരുപാട് സ്റ്റോറി പറയാനൊന്നും ഞാൻ ഉദ്ദേശിക്കുന്നില്ല. വേണ്ട കാര്യങ്ങൾ മാത്രം പറഞ്ഞ് നിങ്ങളെ ബോറടിപ്പിക്കാതെ ഒരു യൂട്യൂബ് വീഡിയോ ചെയ്യണം എന്നാണ് എൻ്റെ ആഗ്രഹം. അത് കഴിഞ്ഞിട്ടാകുമ്പോൾ നോർമലി എല്ലാവരും ചെയ്യുന്നത് പോലെ 3rd മന്തിൽ എനിക്ക് ചെയ്തു. അത് നോർമൽ 5th മന്തിൽ നമ്മൾ അംഗവൈകല്യമായിട്ട് ബന്ധപ്പെട്ട ആ ഒരു സ്കാനിങ് നോർമലി ചെയ്യൽ. അപ്പം നിങ്ങൾക്കറിയാലോ. അപ്പോൾ ആ ടൈമിലാണ് മനസ്സിലായത് കുട്ടിക്ക് ബൈലാറ്ററൽ ക്ലഫ് ഉണ്ടായി. ഞാൻ ഓൾറെഡി ഷോർട്സ് അതിനെക്കുറിച്ച് ജസ്റ്റ് ഒരു ചെറിയൊരു ഷോർട്സ് ഇട്ടിട്ടുണ്ട്, നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഞാൻ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ഈ ബൈലാറ്ററൽ ക്ലഫ് ഫുട്ട് എന്ന് വെച്ചാൽ കുട്ടി വെച്ചാൽ നമ്മൾ ഗർഭാവസ്ഥയിൽ കുട്ടിയുടെ ഈ കാല് വളഞ്ഞിരിക്കാൻ പ്രത്യേകിച്ച് കാരണങ്ങളൊന്നും പറയുന്നില്ല. അത് എവിടെയും പിന്നെ ഇന്ന കാരണം കൊണ്ടാണ് കുട്ടിയുടെ കാലിങ്ങനെ ആവുന്നൊന്നും എവിടെയും പറയുന്നില്ല. പിന്നെ ആ ടൈമിൽ ഡോക്ടർ പറഞ്ഞു എന്ന് വെച്ചാൽ ഇത് ബൈലാറ്ററൽ ക്ലഫ് ഫുട്ടല്ല, 1001 കുട്ടിക്കൊക്കെ ഉണ്ട്, അതുകൊണ്ട് നിങ്ങൾ ടെൻഷൻ ആവണ്ട. അപ്പോൾ ഈ ബൈലാറ്ററൽ ക്ലഫ് ഫുട്ടും കാര്യങ്ങളും എന്താണെന്ന് വെച്ചാൽ എനിക്കന്ന് ഒബ്വിയസ്ലി എനിക്ക് അറിയില്ല. പിന്നെ എന്ന് പറഞ്ഞാൽ അതിനെക്കുറിച്ച് ഗൂഗിൾ അടിക്കാനൊന്നും ഞാൻ നിന്നിട്ടില്ല. എന്താ അറിയില്ല, ടൈം എനിക്ക് ആ ഒരു തോട്ട്സ് ഉണ്ടായില്ല, അടിച്ചില്ല. അങ്ങനെ 9ാം മാസം കഴിഞ്ഞു. ഒരു 17-18 ദിവസം കഴിയുമ്പോൾ എൻ്റെ ഡെലിവറി കഴിഞ്ഞു. ഡെലിവറി കഴിഞ്ഞിട്ടാകുമ്പോൾ ഇനിയാണ് എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് ഇൻഫോർമേറ്റീവായിട്ട് എനിക്ക് പറഞ്ഞു തരാനുള്ളത്. എൻ്റെ എക്സ്പീരിയൻസ് ത്രൂ എന്തൊക്കെ കാര്യങ്ങളാണ് നിങ്ങൾക്ക് പറഞ്ഞു തരാമെന്ന് വെച്ചാൽ ലോട്ട് ഓഫ് കാര്യങ്ങൾ എനിക്കുണ്ട് ഓൾറെഡി. അപ്പോൾ എന്തായാലും എൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പം കൂടുതൽ, കാരണം ഇതുപോലത്തെ അമ്മമാർക്ക് വേണ്ടിയിട്ടാണ് പ്രത്യേകിച്ച് ഞാൻ ചെയ്യുന്നത്. അതുകൊണ്ട് ഡോണ്ട് മിസ് ഇറ്റ്. ഓക്കെ, ബൈ ബൈ.